നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. സൗദിയിൽ മാസപ്പിറവി ദൃശ്യമായതിനെ തുടർന്ന് അറഫ ദിനം ഈ മാസം 15 ശനിയാഴ്ചയും ബലിപ്പെരുന്നാൾ 16 ഞായറാഴ്ചയുമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിലെ ഹരീഖിലാണ് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായത്. അതേസമയം ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ബലിപ്പെരുന്നാൾ ഈ മാസം 17-നായിരിക്കുമെന്ന് ഒമാൻ മതകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ UAE-യിലേക്ക് വരുന്നവർക്ക് കർശന നിർദ്ദേശവുമായി വിമാന കമ്പനികൾ. 6 മാസത്തിൽ കുറയാത്ത കാലാവധിയുള്ള പാസ്പോർട്ട്, മടക്കയാത്രാ ടിക്കറ്റ്, താമസിക്കാൻ ഹോട്ടൽ റിസർവേഷൻ ചെയ്തതിന്റെ രേഖകൾ, യാത്രാ കാലയളവിൽ ചെലവഴിക്കാനുള്ള നിശ്ചിത തുക എന്നിവ കൈവശം വേണമെന്നാണ് നിർദ്ദേശം. 1 മാസത്തെ വിസയിൽ വരുന്നവർ 3000 ദിർഹവും 1-ലേറെ മാസത്തേക്ക് വരുന്നവർ 5000 ദിർഹവും കൈവശം ഉണ്ടായിരിക്കണമെന്നാണ് വിമാന കമ്പനികൾ ട്രാവൽ ഏജൻസികൾക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നത്. ഓൺലൈനിലൂടെ ബസ് കാർഡ്, ഇത്തിസലാത്ത്, ഡൂ കമ്പനികളുടെ പ്രീപെയ്ഡ് കാർഡ് എന്നിവ റീചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നവരും സാധനങ്ങൾ വാങ്ങുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് സൈബർ വിദഗ്ധർ. സുരക്ഷിത വെബ്സൈറ്റാണെന്ന് ഉറപ്പാക്കിയ ശേഷമേ ക്രെഡിറ്റ്, ഡെബിറ്റ് വിവരങ്ങൾ നൽകാവൂ. തിടുക്കത്തിൽ ഏതെങ്കിലും വെബ്സൈറ്റിലൂടെ റീചാർജ് ചെയ്യാൻ ശ്രമിച്ച മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. ഹാഫിലാത്ത് കാർഡ് 50 ദിർഹത്തിന് റീചാർജ് ചെയ്യാൻ ശ്രമിച്ച തൃശൂർ സ്വദേശിക്കാണ് 3800 ദിർഹം നഷ്ടമായത്. ഇദ്ദേഹം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആദ്യം കിട്ടിയ വെബ്സൈറ്റിൽ റീചാർജ് ചെയ്യുകയായിരുന്നു. വിമാനത്തിനകം വൃത്തിയാക്കാൻ നൂതന സാങ്കേതിക വിദ്യകളുമായി റോബോട്ടുകൾ ഉപയോഗിക്കാൻ ഒരുങ്ങി എമിറേറ്റ്സ് എയർലൈൻസ്. വിമാനത്തിലെ സീറ്റുകൾ വൃത്തിയാക്കാനും അണുവിമുക്തമാക്കാനും കഴിയുന്ന റോബോട്ടുകളാണ് വികസിപ്പിച്ചത്. എമിറേറ്റ്സ് ആസ്ഥാനത്ത് ഇന്നലെ നടന്ന നൂതന സാങ്കേതിക വിദ്യ പ്രദർശനത്തിലാണ് റോബോട്ടുകളെ അവതരിപ്പിച്ചത്. അവസാനഘട്ട നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും പൂർത്തിയാക്കി വൈകാതെ തന്നെ ഇവ വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് എമിറേറ്റ്സ് അധികൃതർ വ്യക്തമാക്കി. കുവൈത്തിൽ സ്വകാര്യ മേഖലയിൽ ഇനി ഇരട്ടി സ്വദേശിവൽക്കരണമെന്ന് റിപ്പോർട്ട്. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങുന്ന മുഴുവൻ സ്വദേശികൾക്കും സർക്കാർ ജോലി ലഭ്യമാക്കാൻ സാധിക്കാത്തതിനാലാണ് സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം ഊർജിതമാക്കുന്നത്. നിലവിൽ സ്വകാര്യ മേഖലയിൽ 25% സ്വദേശികളെ നിയമിക്കണമെന്നാണ് നിയമം. ഇത് 50% പദ്ധതി. സ്വദേശിവൽക്കരണം നടപ്പാക്കാത്ത കമ്പനികളുടെ ഫയൽ റദ്ദാക്കുകയും പിഴ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഖോർഫക്കാൻ കൽബ മലമുകളിൽ ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ട് ഷാർജ ഭരണാധികാരി. മലമുകളിൽ 2 ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാനാണ് ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉത്തരവിട്ടത്. കൽബ ക്ലബിന്റെ സ്റ്റേഡിയം സമുദ്രനിരപ്പിൽ നിന്ന് 850 അടി ഉയരത്തിലും ഖോർഫക്കാൻ ക്ലബിന്റെ സ്റ്റേഡിയം 900 അടി ഉയരത്തിലുമായിരിക്കുമെന്നും ഷെയ്ഖ് സുൽത്താൻ വ്യക്തമാക്കി. പുതിയ സ്റ്റേഡിയങ്ങളിൽ താപനില സാധാരണത്തേതിനേക്കാൾ 10 ഡിഗ്രി കുറയുമെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.